ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കുന്ന 73 കാബാലിക എന്ന് പറഞ്ഞ അച്ഛൻ്റെ നാടക സിനിമയായി. അപ്പം അച്ഛൻ്റെ കൂടെ ഞാൻ വെറുതെ പോയതാണ്. അന്ന് എനിക്ക് ഈ സിനിമ അത്ര വലിയൊരു തോന്നിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നാടകത്തിൽ ഫെയിമാണല്ലോ, ഫെയിമും പണവുമാണ് ശരിക്കും പറഞ്ഞൊരു കലാകാരനെ എത്രയോ പേര് നമ്മളെ കാണുന്നു, അതാണല്ലോ സന്തോഷം. ഇത് നാടകത്തിൽ കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് സിനിമ, പിന്നെ മാത്രമല്ല സിനിമ എന്ന് പറഞ്ഞാൽ അന്ന് വേറെ എവിടെ വിദൂരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് നടക്കുന്നതോ സംഭവം ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നേ ഉള്ളൂ. അത് നമുക്കൊരു അങ്ങോട്ട് ഒരു ഡിസ്റ്റൻസ് വളരെ കൂടുതലുണ്ട്, നമുക്ക് എത്തിപ്പെടുന്ന സ്ഥലം അല്ല എന്നൊക്കെ തോന്നുന്നു. അതൊക്കെ ആയിരിക്കാം എന്തോ എനിക്ക് സിനിമയോട്. പിന്നെ അന്നത്തെ കാലത്തെ മറ്റൊന്നും കൊണ്ടല്ല, അഭിനയ രീതികളൊന്നും എനിക്ക് പിടിക്കുന്നതായിരുന്നില്ല. അച്ഛൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു നാടകങ്ങൾ. ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്നില്ല, അത്ര റിയലിസ്റ്റിക് ആയിരുന്നു ഇന്നത്തെ നാടകം. ഇന്നത്തെ നാടകങ്ങളല്ല, അതുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല, വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അഭിനയ രീതിയൊക്കെ കണ്ട് ശീലിച്ച് എനിക്ക് അതിഭാവുകത്വമുള്ള അഭിനയം എന്നൊക്കെ തോന്നുമായിരുന്നു. അതൊക്കെ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അവിടെ ഷൂട്ടിങ് കണ്ടപ്പോഴത്തേക്കും നമ്മൾ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരാൾ നിന്ന് ഞാൻ നേരിട്ട് സംസാരിക്കുന്നില്ല, 3-4 പേര് കാണാം, അവരോടൊക്കെ നമ്മൾ ഇടപെടുകയല്ലേ. അതിൽ പലപ്പോഴും നമ്മുടെ കൈ കാണിച്ചാൽ ഇവിടെ നോക്കി, ഇവിടെ ലുക്ക് ക്ലോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ലുക്ക്, ഇവിടെ മറ്റേ ആൾ എന്നൊക്കെ പറഞ്ഞ് കൈ കാണിച്ചിട്ട് കയ്യെ നോക്കിയൊക്കെ അഭിനയിക്കേണ്ടി വരും. അപ്പം അതൊന്നും എനിക്കൊരു അത്ര, ഇപ്പം അത് ശീലിച്ചുകൊണ്ട് കുഴപ്പമില്ല. അന്ന് എനിക്കതൊരു എന്തോ ഒരു പിടുത്തക്കുറവ്. അല്ല, അത് കഴിഞ്ഞിട്ട് ആ പടത്തിനകത്ത് എന്നെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ച. പിന്നീടൊരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും സിനിമയിൽ സുറുമയിട്ട കണ്ണുകൾ എന്ന പടത്തിൽ അഭിനയിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഒരു സുഹൃത്തൊരു പടം എടുക്കാൻ വന്നു. ആ പടം നടന്നില്ല, അതിൻ്റെ കൂടെയൊക്കെ നടന്നു. ഫിലിമും ഇല്ല, കടുഞ്ചായയും കടുങ്കാ പൊടിക്കാൻ പോലും കാശും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ പോയി എന്ന്. അന്നേരം എൻ്റെ മനസ്സിൽ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു തോന്നലുണ്ടായതാണ്.